നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ പറഞ്ഞു. ആദ്യത്തെ ആദാം പിശാചിന്റെ വാക്കുകളുടെ മുമ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഒടുക്കത്തെ ആദാമാകുന്ന ക്രിസ്തു പിശാചിന്റെ വാക്കിന്റെ മുമ്പിൽ പരാജയപ്പെട്ടില്ല. അവന്റെ വാക്കിനെ യേശു ശാസിച്ചു. യേശു ഇപ്രകാരം പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. സ്തോത്രം. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ആമേൻ. പിശാചേ, നീ അപ്പം തിന്നു വളരുന്ന തലമുറയെ കണ്ടിട്ടുള്ളൂ. പക്ഷെ വചനം ഭക്ഷിച്ചു വളരുന്ന ഒരു തലമുറയെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അപ്പം തിന്നുന്ന തലമുറ നിന്റെ വശീകരണ വാക്കിന്റെ മുമ്പിൽ അവൻ മുട്ടുമടക്കും. പക്ഷേ വചനം ഭക്ഷിച്ചു വളരുന്ന ഒരു തലമുറയെ ഞാൻ എഴുന്നേൽപ്പിച്ചാൽ നിന്റെ ഒരു വശീകരണ വാക്കിന്റെ മുമ്പിൽ അവൻ തളരത്തില്ല. നിന്റെ പദ്ധതികളെ തകിടം മറിച്ചുകൊണ്ട് അവർ നിനക്കൊരു ഭീഷണിയാണ്. വചനം ഭക്ഷിച്ചു വളരുന്നൊരു തലമുറ സാത്താനെ നിന്റെ പദ്ധതികൾക്ക് ഒരു ഭീഷണിയാ. എത്ര പേർക്ക് ഇന്ന് മുതൽ ആത്മാവിൽ ധൈര്യത്തോടെ പറയുക, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പോടെ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങളെ ഒരു ശത്രുവിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല.